عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. ما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കട്ടെ. വിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അല്ലാഹു തആല അവരൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മയുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊടിക്കുഞ്ഞ്. പെട്ടെന്ന് ഉമ്മ എന്തോ ആവശ്യത്തിന് വേണ്ടി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ പൊടിക്കുഞ്ഞ് ആർത്തട്ടഹസിച്ച് കരയും. എന്താ കാരണം? ആ കുഞ്ഞിനറിയാം കരഞ്ഞാൽ എൻ്റെ ഉമ്മ ഓടിയെത്തുമെന്ന്. ഞാനൊന്ന് കരഞ്ഞാൽ എൻ്റെ വിളിപ്പുറത്ത് ഉമ്മ വരുമെന്നും ആ ഉമ്മ എന്നെ ചേർത്ത് പിടിക്കുമെന്നും ആ ഉമ്മ എന്നെ തലോടുമെന്നും അറിവുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞ് കരയുന്നത്. അത് കരയാതെങ്ങനെ തൻ്റെ കളിയിലോ മറ്റോ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഉമ്മ തിരിഞ്ഞു നോക്കുകയില്ല. ഉമ്മയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് സാവധാനം മെല്ലെ മെല്ലെ വന്ന് ചേർത്തു പിടിക്കും. അപ്പൊ കരയുമ്പോഴാണ് ഒരു കുഞ്ഞിന് പാല് ലഭിക്കുന്നത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ സത്യമാണ്. എന്നാൽ ആ ഉമ്മക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ വളരെയധികം സ്നേഹമാണ് നമ്മെ പടച്ച് പരിപാലിക്കുന്ന രാജാധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല. പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നമ്മോട് പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അടിമയുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ വിളിപ്പുറത്ത് പടച്ച റബ്ബുണ്ട്. ആ റബ്ബിനെ നമ്മൾ എത്രത്തോളമാണോ വിളിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നത് മിൻ ഹബിലിൽ വരീദ്. നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനിയേക്കാൾ തൊട്ടടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കൂ, 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 ഞാൻ ഉത്തരം തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് അല്ലാഹു കൊണ്ടുവരുന്നത് തന്നെ എവിടെയാണെന്നറിയുമോ? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 183 മുതൽ 187 വരെയുള്ള സൂക്തങ്ങൾ നോമ്പിനെ കുറിച്ച് അല്ലാഹു പറയാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. അതിനിടക്ക് ഒരേ ഒരു വിഷയം അഥവാ ഒരു ആരാധനയെ കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നോമ്പിനെ കുറിച്ചാണ്. ആ നോമ്പിനെ കുറിച്ച് പറയുന്നതിനിടയിൽ അഭിഷേകമല്ലാത്ത മറ്റൊരു വിഷയം പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന ആയത്ത് മാത്രമാണ്. ഇതിന്റെ തഫ്സീറിൽ കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവിടെ പറയാനുള്ള കാരണം. അത് പറയാനുള്ള കാരണം നോമ്പുകാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ ഓഫറാണ് അതെന്ന്. നോമ്പുകാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഓഫറാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിച്ചില്ലേ, അസ്വാഇമു ലാ തുറദ്ദു ദഅവതുഹു. നോമ്പുകാരന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. ഇത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ വിഷയങ്ങൾ പറഞ്ഞതിന് ഇടയിലേക്കാണ് അല്ലാഹു പറയുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്.
എന്റെ അടിമ എന്നോട് ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ, നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. ആരെന്നോട് ചോദിക്കുന്നുവോ അവന് ഉത്തരം നൽകാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് അല്ലാഹു പറയുമ്പോൾ, വിശുദ്ധ റമദാനിൽ എല്ലാവർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഓഫറാണ് അസ്സായിമു ലാ തുറദ്ദു ദഅവതുഹു. നോമ്പുകാരന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. നോമ്പല്ലാത്ത സാഹചര്യങ്ങളിൽ, പ്രത്യേകമായ സന്ദർഭങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയാത്ത പ്രാർത്ഥനയായി മുത്തുനബിയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. യാത്ര പോകുന്നയാളുടെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല. പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയുകയില്ല. അതുപോലെ തന്നെ രാത്രിയാമങ്ങളിൽ ദുആ ചെയ്യുന്നത് അല്ലാഹു തട്ടിക്കളയൂല. നിസ്കാര ശേഷം ദുആ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരസ്കരിക്കുകയില്ല. ഇങ്ങനെ പ്രത്യേകമായ സന്ദർഭങ്ങൾ, അതല്ലെങ്കിൽ സ്ഥലങ്ങൾ, ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെങ്കിൽ നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്താൽ എല്ലാവർക്കും അല്ലാഹു ഓഫർ ചെയ്തിരിക്കുകയാണ്, ലാ തുറദ്ദു ദഅവതുഹു, അവന്റെ ദുആ അല്ലാഹു തട്ടിക്കളയൂല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയും അല്ലാഹു ഖുർആനിൽ പറഞ്ഞപ്പോൾ വൈദാ സാലക ഇബാദി, എന്റെ അടിമകളെ എന്ന് ചേർത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞതുപോലെയാണ് അല്ലാഹു വളരെ സ്നേഹത്തോടു കൂടെയാണ് വിളിക്കുന്നത്. വിളിക്കണം എന്ന് മാത്രമേ അല്ലാഹു കണ്ടീഷൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കണം. സിലാഹുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധമല്ലേ ദുആ. വിശുദ്ധ റമദാനിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു നമ്മുടെ ദുആ എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നോമ്പ് തുറക്കുന്ന സമയം ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള സമയമാണ്. ആ സമയത്ത് പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും പല തിരക്കുകളിലും പെട്ട്, അല്ലെങ്കിൽ വർത്തമാനങ്ങളായി, തിരക്കുകളായി, ശബ്ദങ്ങളായി, നോമ്പ് തുറപ്പിക്കുന്നിടത്ത് ശബ്ദമയങ്ങളാണ് പലപ്പോഴും കേൾക്കാറുള്ളതെന്നാൽ ആ നോമ്പ് തുറക്കുന്ന പീക്ക് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ അല്ലാഹുവോട് ചോദിച്ചാൽ പടച്ച റബ്ബ് നമുക്ക് ഉത്തരം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇടയത്താഴത്തിന്റെ സമയത്ത് ഒന്ന് മനമുരുകിയിട്ട് റബ്ബിലേക്കൊന്ന് കരമുയർത്തൂ സഹോദരങ്ങളെ. റബ്ബ് നമ്മളെ ഏറ്റെടുക്കുന്നതാണ്. ഒരു ദിവസത്തിന്റെ ഖൽബായി അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സമയമാണ് രാത്രിയാമം അവസാനിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ നാം ഇടയത്താഴത്തിന് എഴുന്നേൽക്കാറുണ്ടല്ലോ. ആ സമയത്ത് എല്ലാ തിരക്കുകളൊന്നും മാറ്റിവെച്ച് ഒരു 5 മിനിറ്റ് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്യൂ. അല്ലാഹു ഏറ്റെടുക്കുമെന്ന ഖുർആൻ പറയുന്നത്, ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാൻ. എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഞാൻ നിങ്ങളുടെ വിളി പുറത്തുണ്ട്. ഒരേ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങൾ ചോദിക്കണം. ചോദിക്കാൻ മറന്നു പോകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശുദ്ധ റമദാനിൽ ഇപ്പൊ 15 ദിവസം കഴിഞ്ഞ് 16ലാണ് നമ്മൾ നിലകൊള്ളുന്നത്. എത്ര ചോദ്യം നമ്മൾ ചോദിച്ചു. ഓരോരുത്തരും അവരവരുടെ നഫ്സിനോട് ചോദിക്കാം, എന്റെ എത്ര ആവശ്യങ്ങൾ, നമ്മുടെയൊക്കെ എത്ര ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലും പല ദുആ സദസ്സുകളിലും നമ്മൾ പറയാറില്ലേ. എന്നാൽ നമുക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ഓഫർ തന്നിട്ട് ആ ഓഫർ നമ്മൾ തിരസ്കരിക്കുന്നവരാവരുത്. ആ ഓഫർ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നവര് അല്ലാതിരിക്കരുത്. അല്ലാഹു തആല നമുക്ക് കൂടുതൽ ദുആ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എത്ര വിഷയങ്ങൾ നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ദുആ കൊണ്ട് അല്ലാഹു തആല ഉത്തരം നൽകുമല്ലോ. അതല്ലേ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നാളെ നമ്മൾ ബദരീങ്ങളെ അനുസ്മരിക്കുക എന്ന ദിവസമല്ലേ. റമദാൻ 17-നല്ലേ ബദർ ആണ്ട് നടക്കുന്നത്. ബദരീങ്ങൾ, ഈ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ചവർ, ഈ പ്രസ്ഥാനം ഇന്നിങ്ങനെ തലയുയർത്തി നിൽക്കാൻ കാരണക്കാരായവർ, 313 അടങ്ങുന്ന
നിരായുധരായ സംഘം സായുധ സജ്ജരായ 1000-ലധികം വരുന്ന ആളുകളോട് യുദ്ധം ചെയ്തത് അവരുടെ ഈമാന്റെ പവർ കൊണ്ടായിരുന്നില്ലേ? എന്നാൽ അവിടെ വിജയം വരിക്കാൻ ഏറ്റവും വലിയ കാരണമായത് എന്താണെന്നറിയുമോ? അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആയാണ്. തങ്ങളതാ ബദറിന്റെ രാത്രിയിൽ 16-ന് അസ്തമിച്ച അന്നത്തെ രാത്രിയിൽ 17-ാം രാവിൽ ഹബീബായ തങ്ങളതാ ബദറിന്റെ ടെന്റിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവോട് മനമുരുകിക്കൊണ്ട് പരിസരം വരെ മറന്നുകൊണ്ട് അല്ലാഹുവോട് ചോദിക്കുന്നത്, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനീ, അല്ലാഹുമ്മ ആതിനീ മാ വഅദ്തനീ, അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ അസാബതു മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തഅബുദു ഫിൽ അർദ്. പടച്ച റബ്ബേ, നീ വാഗ്ദത്തം ചെയ്ത നിന്റെ വാഗ്ദാനം നീ പുലർത്തണേ. ആ വാഗ്ദാനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. പടച്ചോനെ, ഞങ്ങൾക്ക് ഇവിടെ നീ വിജയം നൽകണേ. ഈ പ്രസ്ഥാനത്തിന്റെ അടിയൊഴുക്ക് മുഴുവനും ഇല്ലാതെയാക്കുന്ന ഇതിന്റെ വേരറുത്തു മാറ്റും എന്ന് ശഠിച്ചു കൊണ്ടുവന്നവരാണ് അപ്പുറത്ത് നിൽക്കുന്ന സൈന്യം. റബ്ബേ, അവരെങ്ങാനും വിജയിച്ചാൽ ഈ ഭൂമി ലോകത്ത് നിന്നെ ആരാധിക്കാൻ ഇനി ഒരാളും അവശേഷിക്കുകയില്ല. ഈ പ്രസ്ഥാനം ഇവിടെ നിന്ന് റൂട്ട് ഔട്ടായി പോകും റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്നത് റമദാനിൽ 17-ാം രാവിൽ രാത്രിയിലുള്ള ആ പ്രാർത്ഥന എന്തല്ലോ, വൈകിയും തങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്നാൽ തങ്ങൾ ധരിച്ചിരുന്ന ഡ്രസ്സിൽ കൂടുതലായി തങ്ങൾ അണിയാറുണ്ടായിരുന്ന ഒരു ഉത്തരീയമുണ്ട്, അതങ്ങ് വീണുപോയി. ആ പരിസരത്ത് നിമിതം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളതാ ആ ഷാൾ എടുത്തുകൊണ്ട് ഹബീബായ തങ്ങളെ പുതപ്പിച്ചിട്ട് പറയുന്നു, നബിയേ, അങ്ങ് ദുആ അവസാനിപ്പിക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദത്തം ചെയ്തത് നമുക്ക് തരുമെന്നുറപ്പാണ്. കാരണം അങ്ങയുടെ ദുആ എത്രത്തോളം നീണ്ടുകൊണ്ടിരിക്കുന്നു. പടച്ചോനെ, ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യല്ലോ. അങ്ങ് അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി അവസാനിപ്പിച്ചോളൂ, അല്ലാഹു തരും. പടച്ച റബ്ബാണ്, അങ്ങയുടെ ദുആ കേൾക്കും. ആ ദുആഇന് അല്ലാഹു ഇജാബത്ത് കൊടുത്തു എന്ന് ഖുർആൻ തന്നെയല്ലേ പറയുന്നത്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുബിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. 1000-ഓളം വരുന്ന ഘട്ടം ഘട്ടമായി ആയിരക്കണക്കായ മലക്കുകളെ ഇറക്കിക്കൊണ്ട് വലിയ വലിയ വില്ലാളി വീരന്മാരായി ഈ പ്രസ്ഥാനത്തെ തകർത്തു കളയും എന്ന് നെഞ്ചോക്കോടെ വന്നവർ ശൂന്യമായി അവരെ തുടച്ചു നീക്കപ്പെട്ടില്ലേ? അതല്ലേ ബദറിൽ കാണാൻ കഴിഞ്ഞത്. ആ ബദറിൽ ഏറ്റവും വലിയ വിജയം എങ്ങനെയാണ് ഉണ്ടായത്? അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ. അപ്പോൾ വിശുദ്ധമായ റമദാനിൽ ദുആ ചെയ്താൽ ഉത്തരം കിട്ടും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബദർ. ബദറിൽ ഹബീബായ തങ്ങളുടെ ദുആയാണ് ഏറ്റവും മികച്ചു നിന്നത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് എത്ര പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നോമ്പുകാരനാവുമ്പോ റബ്ബ് നൽകുന്ന ഓഫർ നോമ്പ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. നിരന്തരം നമുക്ക് വരുന്ന അവസരങ്ങളിലൊക്കെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു തആല സ്വീകരിക്കും എന്നുറപ്പാണ്. ഇനി ഒരാൾ ചെയ്യുന്ന ദുആക്ക് അല്ലാഹു തആല പെട്ടെന്ന് മറുപടി കൊടുത്തില്ലെങ്കിൽ വരെ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ അവിടെന്ന് പറയാണ്, മാമിൻ മുസ്ലിമിൻ യദഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹ്മിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദസ്സലാസ്. 3 കാര്യം അവന് നേടിയെടുക്കാൻ കഴിയുകയാണ്. ഒരു മനുഷ്യന് ഒരു ദുആ ചെയ്യുമ്പോൾ അവന് തിരിച്ചു കിട്ടുന്നത് 3 കാര്യങ്ങളാണ്. ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു അൻ തുഅജ്ജല ലഹു ബിദഅവതുഹു. ഒന്ന്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് തന്നെ കൊടുക്കും.
അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് അല്ലാഹു ആഖിറത്തിൽ കൊടുക്കുന്നതാണ്. അതല്ലെങ്കിൽ അവന് വരാൻ കൊടുക്കാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്ന ഒരു വിപത്ത്, ആ വിപത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ദുആ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മുടെ മഗ്ഫിറത്തിന് വേണ്ടിയാണ്. മഗ്ഫിറത്തിന്റെ പത്തിലല്ലേ നിൽക്കുന്നത്. ആ മഗ്ഫിറത്ത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണെന്നല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകമായും ആദ്യമേ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, പടച്ച റബ്ബേ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് എന്റെ ഹൃദയം കറുത്തിരുണ്ടു പോയിട്ടുണ്ട്, അതൊന്ന് നന്നാക്കി തരണേ, തുടച്ചു വൃത്തിയാക്കി തരണേ എന്ന് ദുആ ചെയ്യണം. ആ ദുആ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പ് ചെയ്ത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. പലപ്പോഴും നമ്മളൊക്കെ മടിയന്മാരാ. ഒരു വിഷയത്തിന് വേണ്ടി ദുആ ചെയ്താൽ അതിൽ 10 തവണ ചെയ്താൽ പിന്നെ അതിനൊന്നും മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തും. നമ്മൾ ദുആഇന്റെ ഫലം അറിയാത്തത് കൊണ്ടാണ്. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രയാണ് മക്കളുണ്ടാവാൻ ദുആ ചെയ്തത്, അല്ലാഹു കൊടുത്തില്ല. അവസാനം ജീവിതത്തിന്റെ സായം സന്ധിയിലെത്തി നിൽക്കുമ്പോൾ ഇനി ഒരു പ്രതീക്ഷയുമില്ല എന്ന് ഡോക്ടർമാര് വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോഴല്ലേ യഹ്യാ നബി അലൈഹി സ്വലാമിനെ കൊണ്ട് അല്ലാഹു തആല കുഞ്ഞിനെ നൽകി സന്തോഷിപ്പിച്ചത്. യഹ്യ എന്ന പേരുള്ള ഒരു പൊന്നുമോനെ അല്ലാഹു തആല നൽകിയില്ലേ. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാം എത്രയാണ് അല്ലാഹുവോട് കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തത്. അവസാനം അവർക്കും തന്നെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയാറായി നിൽക്കുന്ന സാഹചര്യത്തിലല്ലേ മകനായ പൊന്നുമോൻ, പൊന്നു കൺമണിയായ സയ്യിദുനാ ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ കൊടുത്തത്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് 18ഓളം വർഷമാണ് തന്റെ രോഗത്തിന് വേണ്ടി എന്ന് കാണാം. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷക്കാലമാണ്, 4 തവണയല്ല, 4 ആഴ്ചയോ 4 മാസമോ 4 വർഷമോ അല്ല, 40 വർഷമാണ് തന്റെ കൺമണിയായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുപോയതിലുള്ള വേദനകൾ കടിച്ചിറക്കിക്കൊണ്ട് തിരിച്ചു ലഭിക്കാൻ വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിച്ചത്. നമ്മൾ എത്ര പ്രാർത്ഥിക്കാറുണ്ട്? നമ്മൾ 2-3 തവണ ചോദിച്ചാൽ അതൊന്നും ഇപ്പൊ കിട്ടുന്നില്ല, ഇനി വേറെ വഴി നോക്കാം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നവരെ, എന്നോട് തേടിക്കൊണ്ടിരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഒരു ആവശ്യത്തിന് വന്ന് രണ്ടാമതും അതേ ആവശ്യത്തിന് വന്നാൽ നമ്മുടെ മുഖം ചുളിക്കും. മൂന്നാമത്തും അതേ ആവശ്യത്തിന് വേണ്ടിയോ കടം വാങ്ങാൻ വേണ്ടിയോ വരികയാണെങ്കിൽ നമ്മുടെ സ്വഭാവം അവർ തിരിച്ചറിയും. യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എത്ര ചോദിച്ചാലും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കിട്ടമാണ്. ചോദിക്കുന്നതിനനുസരിച്ച് തന്റെ അടിമയെ ചേർത്ത് പിടിക്കുന്നവനാണ് റബ്ബ്. ആ റബ്ബിനോട് നമ്മൾ ചോദിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതൊരു നിസ്കാരത്തിന് ശേഷം കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോയാൽ പോരാ. വിശുദ്ധ റമളാനിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ പേഴ്സണലായി കൊണ്ട് പടച്ച റബ്ബിനോട് നമ്മുടെ തപിക്കുന്ന മനസ്സോടെ ഒലിക്കുന്ന കണ്ണോടെ റബ്ബിനോട് പറയാനുള്ള ദിനരാത്രങ്ങളാണ് നമുക്ക് കടന്നു വരുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പല സാഹചര്യങ്ങളിലും നമ്മൾ തന്നെ പല പ്രാർത്ഥനകളും നിരന്തരം ആവർത്തിച്ച് നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന ആശങ്കയിലാണെങ്കിൽ ഇതേ ആശങ്ക മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരിക്കൽ ബസറ മാർക്കറ്റിലൂടെ പോകുമ്പോൾ കുറെ ആളുകൾ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വമാ ലനാ നദഉ ഫലാ യുസ്തജാബു ലനാ. ഒരുപാട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. എന്താ കാരണമെന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അന്നേരം മഹാനവറുകൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയോ?
10 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിർജീവമായി പോയിരിക്കുന്നു. അതുകൊണ്ട് അത് നിങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അൽ അവ്വലു അറഫ്തുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അറിയുന്നവരാണ്. ഫലം തുഅദ്ദു ഹഖ്ഖഹു, പക്ഷേ അല്ലാഹുക്ക് കൊടുക്കേണ്ട ഹഖ് കൃത്യമായി കൊടുക്കുന്നില്ല. കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ, കൃത്യമായി നോമ്പെടുക്കുന്നുണ്ടോ, ഇതൊക്കെ ചെയ്യുന്നവൻ തന്നെ കൃത്യമായി അവന്റെ സകാത്ത് കൊടുക്കുന്നുണ്ടോ? രണ്ടാമത് അവിടെന്ന് പറഞ്ഞു, ഖറഅതും കിതാബല്ലാഹ്, നിങ്ങൾ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ ഫലം തഅമലു ബിഹി, അതിങ്ങനെ പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥം എന്നാ നിങ്ങൾ നിനച്ചിരിക്കുന്നത്. അതിന്റെ ആയത്തുകൾ നിങ്ങളെ അർത്ഥവത്തായ രൂപത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ല. മൂന്നാമത് അവിടെന്ന് പറഞ്ഞു, ഇദ്ദഅയ്തും ഹുബ്ബ റസൂലില്ലാഹ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാണെന്ന് പറയുകയേ ചെയ്യുന്നുള്ളൂ. വതറക്തും സുന്നതഹു, പക്ഷേ റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുഴുവനും ഒഴിവാക്കിയുള്ള ജീവിതമാണ്. നാലാമത് അവിടെന്ന് പറഞ്ഞു, ഇദ്ദഅയ്തും അദാവത്തശ് ശൈത്താൻ, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞവരാണ്. പക്ഷേ നിങ്ങൾ ആ ശൈത്താന്റെ ആളുകളായി നടക്കുകയാണ്. നിങ്ങളെ ശത്രുവാണെന്ന് അറിയാം, എന്നാലും ശൈത്താൻ വിളിക്കുന്നിടത്തൊക്കെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽ ഖാമിസു, അഞ്ചാമത്തേത്, ഖുൽതും നുഹിബ്ബുൽ ജന്ന ഫലം തഅമലു ലഹാ, സ്വർഗ്ഗത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, പക്ഷേ ആ സ്വർഗം ലഭിക്കാനുള്ള പണി നിങ്ങൾ എടുക്കുന്നില്ല. ആറാമത് അവിടെന്ന് പറഞ്ഞു, ഖുൽതും നഖാഫുന്നാർ, ഞങ്ങൾക്ക് നരകം ഭയാനകമാണത്, പേടിയാണ്, അവിടേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ വറഅൻതും അൻഫുസകും ബിഹാ, ആ നരകത്തിന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ പണയപ്പെടുത്തി കൊടുത്തിരിക്കുകയാ. നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രവർത്തനത്തിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഏഴാമത് അവിടെന്ന് പറഞ്ഞു, ഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ, മരണം യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഈ ലോകത്ത് ജനിച്ചോനൊക്കെ മരിക്കും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഫലം തഅദ്ദു ലഹു, അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പും നിങ്ങൾ നടത്തുന്നില്ല. എട്ടാമത് അവിടെന്ന് പറഞ്ഞു, ഇസ്തഗൽതും ബിഉയൂബി അഖ്വാനികും, നിങ്ങൾ നിങ്ങളുടെ കിട്ടുന്ന സമയങ്ങളൊക്കെ മറ്റുള്ളവന്റെ കുറവുകളും കുറ്റങ്ങളും നോക്കുകയാ. അവന് ശരിയല്ല, അയാൾ ശരിയല്ല, ഓൻ ചെയ്യുന്ന ബിസിനസ് അങ്ങനെയാ ഇങ്ങനെയാ എന്ന ഗീബത്തും നമീമത്തുമായി നടക്കുകയാണ്. വനബത്തും ഉയൂബഹു, നിങ്ങൾക്കുള്ള ന്യൂനതകൾ മുഴുവനും നിങ്ങൾ മൂടി മറച്ചിരിക്കുകയാണ്. ഒൻപതാമത് അവിടെന്ന് പറഞ്ഞു, അകൽതും നിഅമത റബ്ബിക്കും, റബ്ബിന്റെ നിഅമത്തുകൾ, അവൻ തരുന്ന ഓശാരമായ റഹ്മത്തുകളെല്ലാം വാരിക്കൂട്ടിയടിക്കുന്നുണ്ട്. ഫലം തുഅദ്ദു ശുക്റഹ, എന്നാൽ അതിന് വേണ്ട വിധത്തിൽ നിങ്ങൾ ശുക്ർ നിർവഹിക്കുന്നില്ല, നന്ദി രേഖപ്പെടുത്തുന്നില്ല. പത്താമത് അവിടെന്ന് പറഞ്ഞു, അകൽതും നിഅമത റബ്ബിക്കും, അതെ, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഫലം ദഫൻതും മൗതാക്കും, പത്താമത് അവിടെന്ന് പറഞ്ഞു, ദഫൻതും മൗതാക്കും, നിങ്ങൾ മരിച്ചവരെയൊക്കെ ഖബറടക്കി വരുന്നുണ്ട്. വലം തഅതബിറൂ ബിഹിം, പക്ഷേ അങ്ങോട്ട് പോകണമല്ലോ എന്ന ഒരു ബോധം നിങ്ങൾക്ക് വരുന്നില്ല. എന്നിട്ട് മഹാന് പറയാണ്, ഈ 10 കാര്യങ്ങളിൽ നിങ്ങളിലുണ്ടോ ഇല്ലേ എന്നൊന്ന് ആത്മപരിശോധന നടത്തിക്കോ. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും ഈ 10 വിഷയങ്ങൾ വിശാലമായി പറയേണ്ടതാണ്. നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ ഇങ്ങനെ വായിച്ചു പോയതാണ്. ഈ 10 വിഷയങ്ങൾ നിങ്ങളൊന്ന് നെഞ്ചത്തേക്ക് തറച്ച് ഓരോരുത്തരോടും ചോദിച്ചു നോക്കുക. ഖബറടക്കി വരുമ്പോഴും ചിരിച്ച് കളിച്ച് രസിച്ചല്ലേ നമ്മൾ വരാറുള്ളത്? മറ്റുള്ളവന്റെ അയബല്ലേ നമ്മൾ നോക്കാറുള്ളത്? നിഅമത്തുകൾ കിട്ടിയിട്ടതിന് ശുക്ർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. അതിലൊക്കെ ഒരു ആത്മപരിശോധന നടത്തിയിട്ട് എല്ലാറ്റിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങി പടച്ച റബ്ബിലേക്ക് ഇനിയുള്ള ദിവസങ്ങൾ കൈയുയർത്തു. റബ്ബൊരിക്കലും തട്ടുകയില്ലാതാണ് അല്ലാഹു പറഞ്ഞത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങളുടെ വിളിപ്പുറത്തിതാ നിൽക്കുന്നുണ്ട്, ഒന്ന് കരയൂ മോനെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കാം, നിങ്ങളെ ചേർത്തു പിടിക്കാം. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു കണ്ടീഷൻ നൽകുകയാണ്. ഈ കണ്ടീഷൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായും വിശുദ്ധ റമളാനിന്
ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് റമളാൻ ദുആഇന്റെ മാസമാണ്. നന്നായി ദുആ ചെയ്ത് ദുനിയവിയും ഉഖറവിയുമായ കാര്യങ്ങൾ അല്ലാഹുവോട് ചോദിച്ച്, പ്രത്യേകമായും പാപമോചനം നിരന്തരം ചോദിച്ചത് വാങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.